സംസ്ഥാനത്ത് റേഷൻ മണ്ണെണ്ണ വിതരണം പുനരാരംഭിക്കാനുള്ള സർക്കാർ നീക്കം പാളി. റേഷൻ വ്യാപാരികളും വിതരണക്കാരും നിസ്സഹകരണത്തിൽ. കമ്മീഷൻ ലിറ്ററിന് 7 രൂപയെങ്കിലുമാക്കാതെ മണ്ണെണ്ണ ഏറ്റെടുക്കില്ലെന്ന് വ്യാപാരികൾ അറിയിച്ചിട്ടുണ്ട്. മണ്ണെണ്ണ വാതിൽപ്പടി വിതരണം നടത്തണമെന്നും ആവശ്യം. വ്യാപാരികൾ മണ്ണെണ്ണ ഏറ്റെടുക്കുമെന്നുറപ്പില്ലാതെ സംഭരണം നടത്തില്ലെന്ന് വിതരണക്കാർ. കേന്ദ്ര സർക്കാർ അനുവദിച്ച മണ്ണെണ്ണ വിഹിതം വിതരണം ചെയ്യാൻ സംസ്ഥാനത്തിനുള്ളത് 8 ദിവസം കൂടി. ജനം ബ്രേക്കിംഗ്. കേന്ദ്ര സർക്കാർ മണ്ണെണ്ണ വിഹിതം അനുവദിച്ചെങ്കിലും കടത്തുകൂലിയും കമ്മീഷനും സംബന്ധിച്ചുള്ള തർക്കം മൂലം കഴിഞ്ഞ 2 വർഷമായി തലസ്ഥാനത്ത് മണ്ണെണ്ണ വിതരണം നിലച്ച അവസ്ഥയിലായിരുന്നു. ഇത് ശനിയാഴ്ച മുതൽ പുനഃസ്ഥാപിക്കുമെന്ന പ്രഖ്യാപനമാണ് പാഴ്വാക്കായത്. കമ്മീഷനിലുടക്കി റേഷൻ വ്യാപാരികളും സംഭരണ പ്രശ്നം ചൂണ്ടിക്കാട്ടി വിതരണക്കാരും നിസ്സഹകരണം പ്രഖ്യാപിച്ചതോടെയാണ് മണ്ണെണ്ണ വിതരണം പ്രതിസന്ധിയിലായത്. കുറഞ്ഞ കമ്മീഷനും വിതരണ പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് വ്യാപാരികൾ രംഗത്ത് വരുന്നത്. കമ്മീഷൻ 7 രൂപയാക്കാമെന്ന വാഗ്ദാനം പാലിക്കണം, ചെറുവാഹനങ്ങളിൽ മണ്ണെണ്ണ കൊണ്ടുവരാനാകാത്തതിനാൽ വാതിൽപ്പടി വിതരണം നടത്തണം തുടങ്ങിയ ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കുന്നു. ഞങ്ങളുടെ കമ്മീഷൻ വർദ്ധിപ്പിക്കണം, മിനിസ്റ്റർ പറഞ്ഞ 7 രൂപ നൽകണം, കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല. അതേമാതിരി റേഷൻ കടയിൽ മണ്ണെണ്ണ എത്തിക്കാനുള്ള നടപടി ഉണ്ടാവണം, ഷോർട്ടേജ് വേണം. ഈ 3 കാര്യങ്ങൾ മാത്രമാണ് ഞങ്ങൾ മന്ത്രിയുടെ മുമ്പിൽ വെച്ചത്. ഒരിക്കലും മണ്ണെണ്ണ എടുക്കില്ല എന്നുള്ള ഒരു പ്രതിഷേധ നിലപാട് ഞങ്ങളുടെ ഭാഗത്തുണ്ടായിട്ടില്ല. പക്ഷേ 7 രൂപയിൽ നിന്നും പെട്ടെന്ന് 6 രൂപയാക്കി കമ്മീഷൻ. അത് ഡോർ ഡെലിവറിയെ കുറിച്ചോ ലീക്കേജിനെ കുറിച്ചോ ഒരക്ഷരം സംസാരിക്കാതെ ഇന്നു മുതൽ മണ്ണെണ്ണ വിതരണം തുടങ്ങുമെന്നാണ് ബഹുമാനോട് മുഖ്യമന്ത്രി പറഞ്ഞത്. മണ്ണെണ്ണ വിതരണം തുടങ്ങണമെങ്കിൽ കേരളത്തിലെ മൊത്ത വ്യാപാര ഡിപ്പോയിൽ മണ്ണെണ്ണ എത്തിയിട്ടുണ്ടോ? 240 മൊത്ത വ്യാപാരമുള്ള കേരളത്തിൽ ഇന്നുള്ളത് 30 മണ്ണെണ്ണ മൊത്ത വ്യാപാരമാണ് ഉണ്ട് എന്നാ പറയുന്നത്. പക്ഷേ ലൈവായിട്ട് ഒറ്റൊന്നുമില്ല. മറ്റെല്ലാ സാധനങ്ങളും റേഷൻ കടയിൽ എത്തിച്ചു തരുന്നുണ്ട് സർക്കാർ. എന്തുകൊണ്ട് മണ്ണെണ്ണയുടെ കാര്യത്തിൽ ഒരു വിമുഖത കാണിക്കുന്നത്? മണ്ണെണ്ണയും എത്തിച്ചു തരാനുള്ള നടപടിയാണ് വേണ്ടത്. 24 നടക്കുന്ന സംയുക്ത റേഷൻ കോർഡിനേഷൻ യോഗത്തിന് ശേഷം വ്യാപാരികൾ തുടർ നിലപാടുകൾ സ്വീകരിക്കും. വ്യാപാരികൾ മണ്ണെണ്ണ ഏറ്റെടുക്കുമെന്ന് ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ മണ്ണെണ്ണ സംഭരിക്കാൻ കഴിയൂവെന്നാണ് ഡീലർമാരുടെ നിലപാട്. അതോടെ എണ്ണ കമ്പനികളിൽ നിന്നും മണ്ണെണ്ണ സ്റ്റോക്ക് എടുക്കുന്ന പ്രാഥമിക നടപടികൾ പോലും സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടില്ലെന്ന അവസ്ഥയും വന്നു. 2025 ആദ്യപാദത്തിലെ മണ്ണെണ്ണ വിൽപ്പന പൂർത്തിയാക്കാൻ 8 ദിവസം കൂടി മാത്രം ബാക്കിയുള്ളപ്പോഴാണ് സംസ്ഥാനത്തിന് ഇതുവരെയും വിതരണം ആരംഭിക്കാൻ കഴിയാത്തത്. വിൽപ്പന പൂർത്തിയായില്ലെങ്കിൽ കേരളത്തിന്റെ മണ്ണെണ്ണ വിഹിതത്തിലും കുറവ് വരാൻ സാധ്യതയുണ്ട്. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം.